നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഒരു അഫാൻ മോഡൽ കൊലപാതകം ഇപ്പോൾ അരങ്ങേറിയിരിക്കുകയാണ്. കൊലപാതക ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൊലപാതക ശ്രമവും ഒരു ആത്മഹത്യയുമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കൊല്ലം ആയൂർ ഇളമാട് സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. രഞ്ജിത്തിന്റെ അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അതായത് ശരിക്കും അഫാൻ മോഡൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അഫാൻ എന്തിനാണ് മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തത്? ഒരു കടത്തിന്റെ മേൽ കടം, അങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത കാരണമാണ് ഇത്തരത്തിലൊരു കൊലപാതകങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഉമ്മയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഉമ്മയുടെ ഷോൾ എടുത്ത് കഴുത്തിൽ ഞെരുക്കി ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആ ഒരു സംഭവം നമുക്ക് അറിയാവുന്നതാണ്. സമാനമായ സംഭവമാണ് കൊല്ലം ആയൂരിലും സംഭവിച്ചിരിക്കുന്നത്. അതായത് കടബാധ്യത, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം. സമാനമായ സംഭവമാണ് കൊല്ലത്തും സംഭവിച്ചിരിക്കുന്നത്. അതായത് അമ്മയെ കൊലപ്പെടുത്താൻ, അതായത് ഇരുവരും, അമ്മയും മകനും ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇവർ അമിതമായി ഗുളിക കഴിക്കുന്നു. എന്നിട്ട് അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. അപ്പൊ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അമ്മ സ്വാഭാവികമായിട്ട് കഴുത്ത് ഞെരിയുമ്പോൾ ഒരു ബോധക്ഷയം വരുമല്ലോ. അങ്ങനെ അമ്മ ബോധം കെട്ട് വീഴുന്നു. അമ്മ മരിച്ചു എന്ന് കരുതി മകൻ ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ ചോദിച്ചു പോകുന്ന തരത്തിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇരുവരും ആത്മഹത്യ ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക്. എന്താണ് ചോദിക്കുക? ഉറക്ക ഗുളിക കഴിച്ചതിന് ശേഷം ഈ അമ്മ തന്നെ മകനോട് ആവശ്യപ്പെടുകയാണ്, നീ എന്നെ കൊലപ്പെടുത്തുക, നീ എന്നെ കഴുത്തു ഞെരിച്ച് കൊല്ലു എന്നൊക്കെ അമ്മ തന്നെ ആവശ്യപ്പെടുകയാണെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. അതായത് ഒരുപാട് ഗുളിക ഇവര് ഉറക്ക ഗുളിക എന്ന് പറയുന്നുണ്ട്, പ്രമേഹത്തിന്റെ ഗുളിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഗുളിക കഴിച്ചു. അപ്പൊ അമ്മ എന്നെ ഒന്ന് കൊന്നതാ മകനെ എന്ന് പറഞ്ഞു. അപ്പൊ ഉടൻ തന്നെ മകൻ അതുപോലെ ചെയ്യുന്നു. എന്നിട്ട് മകൻ മരിക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. പിന്നെ അമ്മയുടെ കഴുത്ത് ഞെരിച്ചത് ഷോൾ ഉപയോഗിച്ച് തന്നെയാണ്. അതായത് അഫാൻ ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും അമ്മയുടെ കഴുത്ത് ഞെരിച്ചതും ഷോൾ ഉപയോഗിച്ച് തന്നെയാണ്. സംബന്ധിച്ച് ബന്ധുക്കൾ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പൊ ബന്ധുക്കൾ പറയുന്നത് ഈ സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് രഞ്ജിത്ത് അമ്മയെ കൊലപ്പെടുത്തി സ്വയം മരിക്കാൻ തീരുമാനിച്ചതെന്നാണ് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ തന്നെ കൊല്ലാൻ മകനോട് ആവശ്യപ്പെട്ടത് താൻ തന്നെയാണെന്ന് അമ്മയും ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ കാണാൻ വരുന്ന ബന്ധുക്കളോട് ഞാൻ തന്നെയാണ് എന്റെ മകനോട് എന്നെ ഒന്ന് കൊന്നതാ മകനെ എന്ന് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ ഒരുമിച്ചാണ് ഗുളിക കഴിച്ചത്, ഷോള് കഴുത്തി മുറുകിയപ്പോഴാണ് എന്റെ ബോധം പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അമ്മയാണ്. അപ്പോ മകനും കുറച്ചു കാലമായി വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അമ്മ പ്രമേഹ രോഗിയാണ്. മാത്രമല്ല ഈ അമ്മയുടെ കാല് മുറിച്ച് നീക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മരുന്ന് വാങ്ങാൻ പോലും ഈ കുടുംബത്തിന് സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടത് കൊണ്ടാണ് മരണം എന്നൊരു വഴിയിലേക്ക്, അല്ലെങ്കിൽ അതൊരു പോംവഴി ആണ് എന്ന് കരുതി അവർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഗുളിക അമിതമായി കഴിച്ചിട്ട് ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് എത്തുന്നു. ശരിക്കും ഈ സംഭവം പുറം ലോകം അറിയാൻ കാരണം ഈ പിറ്റേ ദിവസം ഇവര് രാത്രിയാണ് ഈ ഒരു ആത്മഹത്യയും കൊലപാതക ശ്രമമൊക്കെ നടക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഇവരുടെ വീട്ടിൽ KSEB ഉദ്യോഗസ്ഥരെത്തി. അപ്പൊ ഈ KSEB ഉദ്യോഗസ്ഥര് ബില്ലെഴുതാൻ എന്തോ എത്തിയപ്പോ വീട്ടിന്റെ അകത്ത് നിന്ന് ഞെരുക്കം കേട്ടു. അപ്പോ ഞെരുക്കം കേട്ട് നോക്കിയപ്പോഴാണ് അമ്മ ഇങ്ങനെ തറയിൽ വീണ് കിടക്കുന്നു. അടുത്ത മുറിയിൽ മകൻ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നു. അപ്പൊ KSEB ജീവനക്കാരാണ് ഇത് കണ്ടത്. അപ്പോ ഈ അമ്മ വെള്ളം ചോദിച്ച് കരയായിരുന്നു. വെള്ളം വേണം എന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ചയാണ്, നടക്കുന്ന കാഴ്ചയാണ് KSEB ഉദ്യോഗസ്ഥർ കണ്ടത്. അപ്പോ അത്യന്തം വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഇത്രയൊക്കെ വിവരങ്ങളാണ് കിട്ടുന്നത്. ഈ സാമ്പത്തിക ബാധ്യത കാരണം ഇത്തരത്തിൽ ജീവൻ എടുക്കുന്നവരുടെ ഒക്കെ എണ്ണം കൂടി വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ടൈമിലൊക്കെ ഇപ്പൊ സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ ഇപ്പൊ ഭാര്യയും ഭർത്താവ് ആയിരുന്നാലും ശരി, ഭർത്താവ് ചിലപ്പോ ഭാര്യ അറിയാതെയായിരിക്കാം ഈ ഒരു കൊലപാതകം നടത്തിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോ അതൊക്കെ മാറി എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനമെടുത്ത ശേഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നത്. അതായത് മരിക്കാൻ പോലും ഒരു പേടിയില്ലാത്ത രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അഫാന്റെ ഉമ്മയുടെയും സംഭവത്തിലായിരുന്നാൽ പോലും ഇരുവരും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാൻ പല തീരുമാനങ്ങളും എടുത്തുവെങ്കിലും അത് നടപ്പിലാകില്ല എന്ന് കണ്ടപ്പോഴാണ് അഫാൻ കൊലപാതകത്തിനായി മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ, അതായത് പിന്നീട് കൊലപാതകത്തിനായി അമ്മയെ കഴുത്തിഞ്ഞിരിക്കുന്നു. പക്ഷെ ഉമ്മ മരിക്കുന്നില്ല. വീണ്ടും അവിടേക്ക് എത്തുന്ന സമയത്ത് കണ്ണൊക്കെ തുറന്നുകൊണ്ട് ഈ ഉമ്മ നിലത്ത് കിടന്ന് കരയുകയാണ്. വീണ്ടും ഈ ഷെമിയെ ആക്രമിക്കുന്നു. പക്ഷെ അപ്പോഴും ഷെമി കൊല്ലപ്പെടുന്നില്ല. തിരിച്ച് മകൻ
ഉമ്മ മരിച്ചു എന്ന് കരുതി അവിടെ നിന്ന് ഈ വിഷമൊക്കെ കഴിച്ചിട്ടാണ് അഫാൻ ഇറങ്ങുന്നത്. പക്ഷെ ഇതിൽ ഒരിക്കലും അഫാന്റെ ഒരു ചിന്തയല്ല ഈ ഒരു മകനുണ്ടായിരുന്നു. അതായത് എനിക്കൊന്ന് മറ്റാരും ഇവർക്ക് അച്ഛനും അങ്ങനെ എന്തെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ അതിന്റെ വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല, അറിയില്ല. കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. പക്ഷെ നമ്മളിപ്പോ ഈ ഒരു വാർത്ത ആദ്യം കേട്ടപ്പോ, അതായത് അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ തൂങ്ങി മരിച്ചു എന്ന വാർത്ത ആദ്യം കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ഈ അഫാൻ സംഭവം തന്നെയായിരിക്കും ഓർമ്മയിൽ വരാം. അതും കാരണം ഈ സാമ്പത്തിക ബാധ്യത കാരണമാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് എന്ന് കൂടി കാരണം കൂടി കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് എല്ലാവരുടെയും മനസ്സ് ആദ്യം കണക്ട് ചെയ്യുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലേക്കാണ്. അപ്പൊ എന്തായാലും അമ്മയ്ക്കും മകനും ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. അപ്പോ മകൻ ഒന്നുകിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആരാലും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നം കൂടെ വന്നപ്പോൾ ആത്മഹത്യയാണ് പോംവഴി എന്നുള്ള രീതിയിൽ ഈ അമ്മയും മകനും കൂടെ ആത്മഹത്യയും കൊലപാതകവും ഒക്കെ ഒരു വഴിയെ തിരഞ്ഞെടുക്കുകയാണ്. ഇത്തരത്തിൽ പല കുടുംബങ്ങളിലും സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അതായത് മൊത്തത്തിൽ തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു രക്ഷയുടെ ഒരു കരം അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് തെരഞ്ഞെടുത്ത് പോകുന്നത് പോലും ഇത്തരത്തിലുള്ള ഒരു പോംവഴിയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അങ്ങനെ തന്നെയാണ് ഈ സാധാരണക്കാർക്ക് ജീവിക്കാൻ. ഈ ഒരു ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെ വില കൂടുതലാണ്, എന്തൊക്കെ സാധനങ്ങൾക്ക് വില കൂടുതലാണ്, ജീവിക്കാൻ കൈയും കാലോട്ട് അടിക്കുന്ന അവസ്ഥയാണ്. പല സാധാരണക്കാരും ഒരു മാസം കഴിഞ്ഞു പോകാൻ ഒന്ന് പോയി ഒരു മാസം എന്നുള്ളത് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പോലും കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയല്ല, തിരിച്ചും നമ്മുടെ കൂടെ ഒപ്പമുള്ളവർക്ക് പോലും, പലതരത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് പോലും ഓരോ നിമിഷം അവർ തള്ളി നീക്കുന്നത് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂർ താൻ എങ്ങനെയായിരിക്കും തള്ളി നീക്കേണ്ടത്, കുടുംബത്തിന്റെ ഭാരം വഹിക്കേണ്ടത്, കുടുംബത്തിൽ മറ്റു പലരുടെയും ചിലവുകൾ നോക്കേണ്ടത് എന്നൊക്കെ കരുതിക്കൊണ്ട് ജീവിക്കുന്ന കുറെ മനുഷ്യരൊക്കെ ഉണ്ട്. ശരിക്കും ഇന്നത്തെ ജോലി ഉണ്ടെങ്കിൽ പോലും ജോലി ഉള്ളവർ പോലും മൂക്കിട്ട് ഇത്ര ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അല്ല, പല ട്രോളുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് വരെ കടമില്ലായിരുന്നു, പക്ഷെ ജോലി കിട്ടിയതിനു ശേഷമാണ് കടം തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് പല ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ട്രോളുകളല്ല, കേട്ടോ. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കൺസെഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ അധികം പൈസ ഒന്നും തരില്ല. ഒരു 50 രൂപ, കൂടിപ്പോയി ഒരു 50 രൂപ ഒരു ദിവസം ഉണ്ടാകും. അപ്പൊ അന്നൊന്നും എനിക്ക് വലിയ സാമ്പത്തിക പ്രശ്നം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊരു ജോലിയുണ്ട്, ശമ്പളവും കിട്ടുന്നുണ്ട്, പക്ഷെ കയ്യിൽ ഈ ശമ്പളം ഒന്നും നിൽക്കാത്ത അവസ്ഥ. ഭയങ്കര ഒരു ഒട്ടക്കൈ പോലെ കയ്യിൽ നിൽക്കുന്നില്ല. അയ്യോ, ഒരിക്കലല്ല. ഒരു ആവശ്യങ്ങൾക്ക് പോലും പൈസ ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതായത് നമുക്കിപ്പോ നിത്യേനുള്ള ആവശ്യങ്ങളുണ്ടല്ലോ, ഒരു വീട്ടില് ഗ്യാസ്, കറണ്ട്, പിന്നെ വണ്ടിക്കൂലി, അങ്ങനത്തെ ആ ആവശ്യങ്ങൾക്ക് പോലും പൈസ ഇല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഒരു ജോലി ഉള്ളവരിൽ പകുതി ആൾക്കാർ പോലും കടന്നു പോകുന്നത്. അപ്പോ ഈ ജോലി ഇല്ലാത്തവരും അതുപോലെ തന്നെ ഈ രോഗങ്ങൾ കാരണം ജോലിക്ക് പോവാത്തവരൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരിക്കും. ഇക്കാലത്ത് ഒരാളെ വീഴ്ത്താൻ ഒരു രോഗം മാത്രം മതി. ഒരു രോഗം വന്നാൽ പോലും പിന്നെ ജോലി കയറിയ ഒരാൾക്ക് പോലും ലീവ് എടുത്ത് പിന്നെ വീട്ടിലേക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ആ സാമ്പത്തിക പ്രശ്നത്തിന്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയായിരിക്കും ആ കുടുംബം പിന്നീട് മുന്നോട്ട് പോകുന്നത്? ഒരാളെ ആശ്രയിച്ച് കഴിയുന്ന മറ്റു ചിലരാണ് ആ കുടുംബത്തിലുള്ള തീർച്ചയായിട്ടും എല്ലാം അവതാളത്തിലാവും. അത്തരത്തിലാവും ആ ഉമ്മയും മകനും ഏറെ സഹിച്ചിട്ടാവാം ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചത്. പക്ഷെ ഒരിക്കലും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരവുമല്ല, കൊലപാതകവും ഒരു പരിഹാരമല്ല. ആ അമ്മ ഇപ്പൊ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. തീർച്ചയായിട്ടും ആ അമ്മയുടെ ഒരു വാക്കിന്മേൽ ആ മകൻ അങ്ങനെ ഒരു കൃത്യം ചെയ്യുന്നു. ആ മകനില്ലാത്തതിന്റെ വേദന ആ അമ്മ ഇനിയും വേട്ടയാടും എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ആ ഒരു സന്ദർഭമൊക്കെ ആ അമ്മയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ മകൻ അങ്ങനെ ചെയ്തത്, അവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഞാൻ പറഞ്ഞിട്ടാണ്, പക്ഷെ അവന്റെ ജീവൻ നഷ്ടമായി, ഞാൻ ജീവനോടെ ശേഷിക്കുന്ന ആ ഒരു ചിന്ത അമ്മ എങ്ങനെ, ആ ഒരു കടമ്പ എങ്ങനെ അമ്മ കിടക്കുമെന്നത് ഒരു വലിയ ചിന്ത തന്നെയാണ് അല്ലെ? ഇനി സോഷ്യൽ മീഡിയയിൽ കുറച്ച് കമന്റ്സ്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കമന്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. അതായത് ഈ കേരളത്തിൽ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വയ്യ, അവരെ സഹായിക്കാനും ആരുമില്ലാത്ത അവസ്ഥയാണ്. ഉള്ളവൻ എന്തൊക്കെയോ സ്വരുക്കൂട്ടി വെക്കുന്നു. എന്തിനാ മരിക്കുമ്പോ കൊണ്ടുപോകാനാണോ? ഭരിക്കുന്നവർ അതിലും കഷ്ടം. കേരളത്തിൽ പാവങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഗൾഫിൽ നാടുകളിൽ യാത്രകൾ, ഡിപ്പോസിറ്റ്, കള്ളന്മാരെക്കാൾ കഷ്ടം ഭരണാധികാരികളെയും കുറ്റം പറയുകയാണ് കമന്റിലൂടെ. അപ്പോ മാത്രമല്ല കഷ്ടപ്പെടുന്ന അത് ആ കമന്റ് വേണ്ട, അതൊരു മറ്റൊരു വിവാദപരമായിട്ടുള്ള കമന്റാണ്. ഈ കടം മൂലം ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. സത്യമായിട്ടല്ലേ? ഒരുപാട് ആത്മഹത്യകൾ ഇപ്പോ, പ്രത്യേകിച്ചും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടുള്ള ആത്മഹത്യകൾ ഒരുപാട് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നം എന്നത് പോട്ടെ, ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് തന്നെ നമ്മൾ എത്രയോ ആത്മഹത്യകൾ കേട്ടിരിക്കുന്നു അല്ലെ? ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോ
ഒരുപാട് പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ. എല്ലായിടത്തും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈനി, കോട്ടയത്ത് ഷൈനി മരിച്ചതും ഒരു ജോലിയില്ല, അപ്പൊ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. ഒരു കണക്കിന് പറഞ്ഞ അതും ഒരു സാമ്പത്തിക പ്രശ്നത്തിന്മേലുള്ള ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷൈനിക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷെ ഒരു ജോലി പോലും ഇല്ലാതെ രണ്ട് പെൺമക്കളെ എങ്ങനെ നോക്കണമെന്ന് അറിയാതെ കുടുംബത്തിൽ മൊത്തത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. അപ്പൊ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ പോലും നിർത്താൻ കഴിയാത്ത ഒരു അവസ്ഥ. അപ്പൊ ആ അമ്മയ്ക്ക് ഒരു അമ്മ എന്ന നിലയിൽ ഈ രണ്ട് പെൺമക്കളുമായി സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുമെന്നൊരു ഭയം. ആ ഭർത്താവ് പോലും കൈവിട്ടൊരവസ്ഥയിലാണ് ഷൈനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഓരോ ദിനങ്ങളും തള്ളി നീക്കിയത്. ഏറ്റവും ഒടുവിലായിട്ടാണ് റെയിൽവേ ട്രാക്കിലേക്ക് രണ്ട് പെൺമക്കളെ കൈപിടിച്ചുകൊണ്ട് ആ അമ്മ മരണത്തിലേക്ക് പോയത്. ശരിക്കും നമ്മുടെ നാട്ടിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും ഓരോ മരണ വാർത്തയാണ് അല്ലെ? നമ്മള് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ, നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ. ഒരു ദിവസം പോലും ഒരു മരണ വാർത്ത ഇല്ലാത്ത ദിവസം ഇല്ല എന്ന് വേണം പറയാൻ. ഈ ഷൈനിക്ക് പിന്നാലെ പ്രിയ മകളുമൊത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളുമൊത്ത് ട്രെയിനില് ചാടി മരിച്ച പ്രിയ, അതും സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു. ഒരു സാമ്പത്തിക തട്ടിപ്പിലൊക്കെ അകപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ സാമ്പത്തികം വലിയൊരു പ്രശ്നം. നമ്മളിപ്പോ ഒരു ജീവിതത്തില് സാമൂഹികവും സാമ്പത്തികവും കുടുംബവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. അതിൽ ഏറ്റവും വലുത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം. അപ്പൊ പണം അതൊരു ഒരിക്കലും ഒരു ദൂർത്തുന്ന രീതിയിലേക്കല്ല, മറിച്ച് പണം ഒരു ബേസിക് ആവശ്യം തന്നെയാണ്. അപ്പോ പണമില്ലാതെ വരുമ്പോൾ ജീവിതത്തിൽ കാര്യങ്ങൾ നടത്താൻ പോലും നിവൃത്തിയില്ലാത്ത മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അതെ, നമുക്ക് ഒരു കമന്റ് നോക്കാം. ഈ ആർഭാടമായി ജീവിക്കാനുള്ള പലിശയ്ക്ക് മുഴുവൻ എടുത്ത് കയ്യിൽ ഒതുങ്ങാത്ത കടമാവുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഇതാണ് കേരള ജനതയുടെ പ്രശ്നം എന്നൊരാൾ പറയുന്നുണ്ട് അല്ലേ? എല്ലാവരും പലിശ വാങ്ങിയാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു തവണ പലിശയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ആ പലിശ പിന്നെ എല്ലാ മാസം തോറും ഇങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ നമ്മുടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ലഭിക്കുന്ന പൈസ കൊണ്ട് പിന്നെ നമുക്കത് കൊടുക്കാൻ മാത്രമേ സമയം കാണുകയുള്ളൂ. ചിലരൊക്കെ കരയുന്നു, ചെകുത്താൻ വാഴുന്ന നാടായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. കാരണം ഇത്രയും ഈ ഒരു മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉള്ളിൽ നമ്മുടെ ചുറ്റുപാടുമല്ലേ, നമ്മളെപ്പോലത്തെ മനുഷ്യർ തന്നെയല്ലേ മരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോ ഓരോ ദിവസം പോകും തോറും ഇങ്ങനത്തെ മരണങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ഒരു പോംവഴിയല്ല. എപ്പോഴും പറയാറുള്ളത് പോലെ പറയാണ്, ആത്മഹത്യ ഒരു പോംവഴിയല്ല, ഒരു മാർഗമേ അല്ല. സ്വന്തം നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ വിലപ്പെട്ടതാണ്. നമ്മൾക്ക് ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അപ്പൊ അത് സ്വയമേ നശിപ്പിക്കുക, മറ്റൊരാളെ നശിപ്പിക്കുക, അത് ശരിക്കും ഈ കൊല്ലത്തെ സംഭവം എന്ന് വെച്ചാൽ ഗതികേട് കൊണ്ടുള്ള ചെയ്തു പോയെന്ന് നമുക്ക് പറയാം. കാരണം അവരവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്, ഗതികേട് കൊണ്ട് ചെയ്തു പോയതാണ്. അപ്പോ മനുഷ്യനിങ്ങനെ ഒരു ഗതിയും ഇല്ലാതെ ഒരു ഗതികെട്ട അവസ്ഥയിലൂടെ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പലരും ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു പോകും. പക്ഷെ അത് ഒരിക്കലും ഒരു പോംവഴി അല്ല എന്ന് മനസ്സിൽ വെക്കുക. ഇപ്പോ ഒരു പ്രതിസന്ധി മുന്നിലുണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ആ ബന്ധുക്കളെങ്കിലും അവർക്കൊരു കൈസഹായമായി നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരിക്കും. നമുക്ക് ആ ബന്ധുക്കളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ആരിൽ നിന്നെങ്കിലും ആ നാട്ടില് അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവരൊന്ന് സഹായിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ കുടുംബം ഒന്ന് രക്ഷപ്പെട്ടു നിന്നേനെ. ഉണ്ടല്ലോ അല്ലെ? അതെ, ഇന്ന് ആ മകൻ ചിലപ്പോൾ ജീവനോട് കൂടെ തന്നെ ഉണ്ടായിരുന്നേനെ. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഇപ്പൊ ഒരു ചികിത്സ, അതായത് കാല് മുറിച്ച അങ്ങനത്തെ ഇപ്പോ ചികിത്സാ സഹായങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ചുറ്റും. അതുപോലെ തന്നെ മനുഷ്യനെ സഹായിക്കാൻ നേരിട്ട് ഇറങ്ങുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരെ ശ്രദ്ധയിൽ സംഘടനകൾ അത്തരത്തിലുള്ള ഒരു സഹായം ഇവർക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മരുന്ന് വാങ്ങാൻ പോലും കഴിവില്ലാതെ അമ്മേനെ ഇനി എങ്ങനെ നോക്കണമെന്ന് പോലും അറിയാതെ ആ മകൻ ഏറ്റവും ഒടുവിലായിട്ട് അമ്മയെ കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്യാവുന്ന ഒരു നിലയിലേക്ക് തന്നെ പോയത്. ഇവർക്ക് പഞ്ചായത്ത് മെമ്പർ കാണൂലേ, പഞ്ചായത്ത് മെമ്പറിനൊന്ന് അറിയിച്ച എന്തെങ്കിലും ചെയ്യുമായിരിക്കുമായിരുന്നില്ലേ? അതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അവർ അറിയിച്ചിരുന്നോ, അല്ല അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇനി അങ്ങനത്തെ പ്രതിസന്ധിയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയപ്പോ ഗതിയില്ല, അപ്പോ നമുക്ക് ഇതിനുള്ള മരുന്ന് വാങ്ങിക്കാനുള്ള ഗതിയില്ല, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ഗതിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ വാങ്ങിക്കാൻ മാത്രമല്ലല്ലോ, സാമ്പത്തികമായ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ മറ്റു പല കടങ്ങളും ഇവർക്ക് കാണുമല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഈ കടം ചോദിച്ച് മറ്റു പലരും അവിടെ എത്തിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ പല ടോർച്ചറിങ്ങും അവർ അനുഭവിച്ചിട്ടുണ്ടാകാം. ഇപ്പോ ചികിത്സയിലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റിലേക്ക് വന്നത്. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പോംവഴിയല്ല. നമുക്ക് ചുറ്റും ഇപ്പൊ നമ്മുടെ ഉറ്റവർ, നമ്മളിപ്പോ നോക്കുന്നവരും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നവരും നമ്മളെ സഹായിച്ചെന്നിരിക്കൂല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ നമുക്ക് സഹായ വാഗ്ദാനമായിട്ട് നമ്മുടെ ചുറ്റും തന്നെ കാണും. അപ്പോൾ ആത്മഹത്യ ഒരു പോംവഴിയായിട്ട് വിചാരിക്കരുത് ആരും. ആത്മഹത്യ അതൊരു പോംവഴി അല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലെ? അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് വീണ്ടും
ഞങ്ങൾ ആവർത്തിച്ച് പറയാണ് അങ്ങനെ തന്നെ ആകട്ടെ.